ഹായ്, നല്ലൊരു ജോലിയുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, ചുറ്റും സ്നേഹിക്കുന്നവരുണ്ട്, ഫ്രീ ടൈം കിട്ടുന്നുണ്ട്, ഓൾ സെറ്റ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളൊരു കംഫർട്ട് സോണിലാണ്. ഞാൻ ഡോക്ടർ ലിസി ഷാജഹാൻ, നിങ്ങളുടെ സക്സസ് പാർട്ണർ. സൈക്കോളജി ഓഫ് സക്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഞാനിങ്ങനെ കരുതിയിരുന്നൊരു കാലമുണ്ട്. സർക്കാർ ജോലിയിലാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഓഫീസിലേക്ക് വീടുമായിട്ട് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, സുഖമായിട്ടുള്ള ജീവിതം, അങ്ങനെ ജീവിച്ച കുറച്ച് കാലം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞൊരു റിയാലിറ്റി ഉണ്ട്. ഞാനൊരു കംഫർട്ട് സോണാണ്. എനിക്കൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ചലഞ്ചസ്, കൂടുതൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ഇതൊന്നുമില്ലാതെ മെല്ലെ മെല്ലെ ഞാനൊരു കംഫർട്ട് സോണിലായി എന്ന് തിരിച്ചറിഞ്ഞ സമയം ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ പുറത്തേക്ക് തള്ളി മാറ്റി. എൻ്റെ കംഫർട്ട് സോണിൽ പുറത്തേക്ക് എന്നെ എടുത്തെറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കാതലായ മാറ്റങ്ങൾ ഉണ്ടായത്, ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായത്. ഞാൻ ബേസിക്കലി ആണ് സൈക്കോളജിസ്റ്റ്, ഒരു ലൈഫ് കോച്ചാണ്, സെലിബ്രിറ്റി കോച്ചാണ്, ആൻഡ് ഓതർ ഓഫ് 3 ബുക്സ്. ഇതൊക്കെ എനിക്ക് എത്താൻ കഴിഞ്ഞത് ഞാൻ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും എന്നെക്കുറിച്ച് അറിയുന്നവരാണ്, എൻ്റെ സ്റ്റോറി അറിയുന്നവരാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. ഈ ഓരോ അച്ചീവ്മെന്റ്സും, ഓരോ മൈൽ സ്റ്റോണും ഞാൻ അച്ചീവ് ചെയ്തത് ഞാൻ എൻ്റെ ആയിരിക്കുന്ന കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ തയ്യാറായപ്പോഴാണ്, അല്ലെങ്കിൽ ഞാനത് റിയലൈസ് ചെയ്തതിന് ശേഷമാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്നുണ്ട്, നന്നായി വായിക്കണം, സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളും ഇതൊക്കെ പറയുന്ന പോലെ വായിക്കുക, സ്വപ്നം കാണുക, ഇതൊക്കെ ചെയ്യുക. സ്വപ്നം കാണുക, നിങ്ങൾ സ്വപ്നത്തിൽ ജീവിക്കുക, നിങ്ങൾ കൂടുതൽ സ്വപ്നം കാണുക, എന്നാൽ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. ഇത് മാത്രമൊന്നുമല്ല, ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ ജീവിതത്തിന് വേണം, ഇതൊക്കെ വിജയിക്കാൻ വേണം. ഇതൊക്കെ ഓരോ സ്റ്റെപ്സ് ആണ്, ഓരോ ടൂളുകളാണ്. പക്ഷെ വിജയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് അതിനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. മൈൻഡ് സെറ്റിന്റെ നെക്സ്റ്റ് മൊമെന്റ് തന്നെ ആക്ഷനിലേക്ക് പോവുക. ആദ്യത്തെ ആക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളൊരു കംഫർട്ട് സോണിലാണെങ്കിൽ ആ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് നിങ്ങൾ മാറുക, അല്ലെങ്കിൽ അതിനെ വലുതാക്കുക. നിങ്ങളുടെ കംഫർട്ട് സോണിനെ വലുതാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റപ്പെടുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ ആക്ഷൻ നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അതാണ്. കംഫർട്ട് സോൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടാണ്. കാരണം ആ കംഫർട്ട് സോൺ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റെസിസ്റ്റൻസ് വരും. കംഫർട്ട് സോൺ നമ്മൾ ഓക്കെ ആയിരിക്കും, നമ്മൾ പലതരത്തിലുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്യണം. നമ്മുടെ ബ്രെയിൻ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം അങ്ങോട്ട് പോകുമ്പോൾ കുറേ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ കുറേ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്. ചലഞ്ചസ് ഉണ്ട്, റിസ്കുകളുണ്ട്, ഡിഫിക്കൽട്ടീസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ബ്രെയിൻ ക്രിയേറ്റ്സ് ടൂ മെനി റെസിസ്റ്റൻസ്. കുറേ അധികം, അത് മടിയായിട്ടോ, പ്രോക്രാസ്റ്റിനേഷനായിട്ടോ, ഫിയർ ആയിട്ടോ, ഡൗട്ടായിട്ടോ, സെൽഫ് ഡൗട്ടായിട്ടോ, നെഗറ്റീവ് ബിലീഫ്സ് ഒക്കെ ആയിട്ടൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സോൺ, അതൊരു സോണാണ്. കംഫർട്ട് സോണിന്റെ പുറത്തുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സോണാണ്. അതൊരു ഡിഫിക്കൽട്ട് സ്ട്രെസ് സോണാണ്, സ്ട്രെസ് സോൺ. അവിടെ നമുക്ക് തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ടാകും. ആ ഇനീഷ്യൽ സ്റ്റേജിൽ സ്ട്രെസ് ഉണ്ടാവും, നമ്മൾ കുറേയധികം ബുദ്ധിമുട്ടും, എന്തിനിത് ചെയ്തു എന്ന് തോന്നും, തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കും. ഇതൊന്നും വേണ്ട, എനിക്ക് പഴയ തിരിച്ചു പോയാൽ മതി, ഞാൻ സുഖമായി ജീവിച്ചിരുന്നതാണ്, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ വന്നത് എന്തിനാണ്, തിരിച്ചു പോയാലോ എന്നൊന്ന് ഗിവ് അപ്പ് ചെയ്യണം. 99% പീപ്പിൾ ഗിവ് അപ്പ് ദെയർ, അവിടെ ഉപേക്ഷിക്കുക. അതുകൊണ്ടാണ് എല്ലാവരും സക്സസ് ആകാത്തത്, എല്ലാവർക്കും വിജയിക്കാൻ കഴിയാത്തത്. 99% ആളുകളും അവിടെ ഉപേക്ഷിക്കും. വേണ്ട, തിരിച്ച് ഞാൻ എന്തിന് ഇത്രയും കഷ്ടപ്പാട് സഹിക്കണം, ഇത്രയും സുഖമുള്ള ഒരു ലൈഫുള്ളപ്പോൾ, ഇത്രയും സുഖമോ സന്തോഷമോ സമാധാനമായിട്ട് എനിക്ക് ജീവിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തിരിച്ചു നമ്മൾ വരും. ഈ തിരിച്ചു വരവാണ് പലപ്പോഴും നമ്മൾ അർഹിക്കുന്ന വിജയം ലഭിക്കാതെ പോകുന്നത്. ആ സ്ട്രെസ് സോൺ കുറച്ചൊന്ന് അതിജീവിക്കാൻ കഴിഞ്ഞാൽ, ചലഞ്ചസ് ഒന്ന് ഫേസ് ചെയ്യാൻ കഴിഞ്ഞാൽ, പ്രോബ്ലത്തെ ചലഞ്ചസ് ആയിട്ട് മാറ്റാൻ കഴിഞ്ഞാൽ, ടാസ്കിനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നമുക്ക് ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു റിവാർഡ് മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവന്ന റിവാർഡിന്റെ ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ അപ്പുറത്തേക്കുള്ള സക്സസ് സോണിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. സോ സക്സസ് സോൺ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ പോകണ കുറച്ചൊരു സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഓവർകം ദി സ്ട്രെസ് സോൺ, യു ക്യാൻ സീക്ക് സം ഹെൽപ്പ്. ഇവിടെയാണ് ഒരു മെന്ററിന്റെയോ ഒരു കോച്ചിന്റെയോ ഒരു ആവശ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗൈഡിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ചോദിക്കുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്,
എനിക്ക് എത്തേണ്ടത് അവിടെയാണ്. അവിടെ എത്തുന്നതിന് ഈ തടസ്സങ്ങളും സ്ട്രെസ്സൊക്കെ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ ദ വേ ടു ഗോ ദെയർ. സോ ആ ഒരു വഴി എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ മെന്റേഴ്സിനെ ചോദിക്കാം. ഓർ യു ക്യാൻ സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പ്ലീസ് ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. നിങ്ങളെ ബാർ ഉയർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ഡു സം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ആ ഒരു സോൺ കഴിഞ്ഞാൽ, സ്ട്രെസ് സോൺ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു നല്ല ഗോൾ ഉണ്ടാവുക, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ കഴിവുകളും പൊട്ടൻഷ്യലും എടുത്ത് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്പർ 1 ആകാൻ പറ്റും. ആർക്കും നമ്പർ 1 ആകാൻ പറ്റും. ഈ ഒരു ഇന്ന് ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ഫെസിലിറ്റീസ് ജീവിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക്, ഒരു ജീവിതത്തിലേക്ക് എത്താൻ കഴിയും. ഒരു സംശയവും വിചാരിക്കരുത്. നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ശക്തി, ഡിവൈൻ പവർ അല്ലെങ്കിൽ നേച്ചർ ഉണ്ടെങ്കിൽ ആ പവറിൽ വിശ്വസിക്കുക. സറണ്ടർ യുവർസെൽഫ്. ദെൻ ഡു ആക്ട് ആൻഡ് ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. Success will be waiting for you. Have a great day.